നമസ്കാരം. നമ്മുടെ ഡൽഹിയിൽ ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡ് തുടങ്ങിയിട്ടുണ്ട്. ഫ്ലെക്സ് ബോർഡുകൾ വെക്കുക. വിഷയം എന്താണെന്നല്ലേ? രാഹുൽ ഗാന്ധിയെ കാണാനില്ല, കണ്ടെത്തുന്നവർക്ക് പ്രതിപക്ഷ നേതാവ് പദവി സമ്മാനം. ഇതിപ്പോ ആദ്യമായിട്ടല്ല. ഒരു വലിയ റാലി അല്ലെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞാൽ നമ്മുടെ രാഹുൽജിക്ക് പെട്ടെന്ന് ഒരു ഹോളിവുഡ് ഡേയ്സ് മൂഡ് വരും. പിന്നെ പുള്ളിയെ കാണണമെങ്കിൽ ഗൂഗിൾ മാപ്പ് വെച്ച് നോക്കേണ്ടി വരും. പ്രണബ് മുഖർജിയുടെ മകൾ വരെ ചോദിക്കുന്നു ഇദ്ദേഹം ഇത് എങ്ങോട്ടാണ് ഈ ഒളിച്ചോടുന്നതെന്ന്. ഇന്നെന്തായാലും നമ്മൾ പരിശോധിക്കുന്നത് ഈ പാർട്ട് ടൈം രാഷ്ട്രീയവും ഫുൾ ടൈം ഒളിച്ചോട്ടവും കൊണ്ട് ഇന്ത്യ മുന്നണി എങ്ങോട്ട് പോകും എന്നുള്ളതാണ്. പണ്ട് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയക്കാർ ജനങ്ങൾക്കിടയിൽ വെള്ളത്തിൽ മീനിനെ പോലെ ആകണമെന്ന്. പക്ഷേ നമ്മുടെ രാഹുൽജി വിചാരിച്ചത് മീനിനെ പോലെ എപ്പോഴും ബാങ്കോക്കിലെയും മക്കാവുലെയും ബീച്ചുകളിൽ നീന്തി നടക്കണം എന്നാണെന്ന്. രാഷ്ട്രീയത്തിൽ ശനി ഞായർ ലീവ് ഇല്ലെന്ന് പാവം ആരെങ്കിലും പുള്ളിക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. ഇവിടെയാണ് ഡെഡിക്കേഷൻ. സ്വന്തം അമ്മ മരിച്ചപ്പോൾ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ് വെറും 2 മണിക്കൂർ കൊണ്ട് നേരെ മീറ്റിംഗിലേക്ക് ഓടിയെത്തിയ മോഡിജിയെ ഒരു വശത്ത് കാണാം. മറുവശത്ത് ഒരു സമരം പോയിട്ട് ഒരു പോസ്റ്റർ പോലും ഒട്ടിക്കാതെ ഒരു സുപ്രഭാതത്തിൽ അമ്മ സോണിയാഗാന്ധി വന്ന്, ദാ മോനെ, നീ ഇന്നു മുതൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആണ് കേട്ടോ എന്ന് പറഞ്ഞ് കയ്യിൽ കൊടുത്ത ചോക്ലേറ്റ് പോലെ ലീഡർഷിപ്പ് വാങ്ങിയ രാഹുൽജി മറ്റുള്ളവരോടൊരു വാക്ക് ചോദിച്ചതുമില്ല, ഒരു സമ്മതവുമില്ല. ഇതോടെ പുള്ളി വിചാരിച്ചു താൻ ഇന്ത്യയിലെ സകല നിയമങ്ങൾക്കും മുകളിലാണെന്ന്. വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയും. ഒടുവിൽ കോടതികൾ കയറി ഇറങ്ങി സോറി ഞാനത് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് മാപ്പ് എഴുതി കൊടുക്കലാണ് ഇപ്പോൾ പ്രധാനമായ ഒരു ജോലി. ഇനി നമുക്ക് രാഹുൽജിയുടെ അക്കാദമിക് കരിയറിലേക്ക് നോക്കാം. വിദേശ സർവകലാശാലകളിൽ 2 തരം സീറ്റുകളുണ്ട്. ഒന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് അംബേദ്കർ പോലെ ഡിഗ്രി വാങ്ങുന്നത്, 2 നല്ല കനത്തിൽ പണം കൊടുത്തു വാങ്ങുന്ന വിദേശ ഡിഗ്രി. നെഹ്റു മുതൽ ഇന്ദിരയും രാജീവും കഴിഞ്ഞ് രാഹുൽ ഗാന്ധി വരെ ഈ രണ്ടാമത്തെ പണച്ചാക്ക സ്ട്രീമിലൂടെയാണ് പാസ്സായതാണെന്നാണ് രാഷ്ട്രീയ ഗോസിപ്പ്. വലിയ തുക കൊടുത്ത് വാങ്ങുന്ന ഈ ഡിഗ്രി കൊണ്ടൊരു ഗുണമുണ്ട്, ഓരോ അക്കാദമിക് ജോലിക്കും ഇത് പരിഗണിക്കില്ല. ഇതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ പാർലമെന്റിൽ രാജ്യാന്തര വിഷയങ്ങളെ കുറിച്ച് ഗഹനമായ ചർച്ച നടക്കുമ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവിന് 5 മിനിറ്റ് പോലും അത് കേട്ടിരിക്കാനുള്ള ക്ഷമ കാണില്ല. വളരെ പെട്ടെന്ന് ഒന്നുകിൽ പുള്ളി അങ്ങ് സുഖമായി ഉറങ്ങിക്കളയും, അല്ലെങ്കിൽ അസ്വസ്ഥനായി എഴുന്നേറ്റ് പോകും. സഭയിൽ മറ്റുള്ളവർ പ്രസംഗിക്കുമ്പോൾ രാഹുൽജി സ്വപ്ന ലോകത്ത് വിമാനം ഓടിക്കുകയാണോ എന്ന് പലർക്കും സംശയമുണ്ട്. ഇനി കോൺഗ്രസുകാർ രാപ്പകൽ പാടി നടക്കുന്ന ആ മഹാസംഭവത്തിലേക്ക് വരാം. ഭാരത് ജോഡോ യാത്ര മാധ്യമങ്ങളൊക്കെ ആഘോഷിച്ചു. ഇതാ ഭാവി പ്രധാനമന്ത്രി റോഡിലൂടെ നടക്കുന്നു എന്നിട്ട് എന്ത് സംഭവിച്ചു? സീറ്റ് 44 നിന്ന് 99ആയി. കോൺഗ്രസ് പുരോഗമിച്ചു എന്ന് പറയുന്നവർ ഈ സീറ്റുകൾ എവിടെ നിന്ന് കിട്ടിയെന്ന് നോക്കണം. കേരളത്തിൽ എങ്ങനെയായാലും കിട്ടുന്ന സീറ്റുകൾ കിട്ടും. തമിഴ്നാട്ടിൽ DMK എന്ന വമ്പൻ പാർട്ടിയുടെ വായിൽ തൂങ്ങി കുറെ സീറ്റുകൾ ഒപ്പിച്ചു. ഉത്തർപ്രദേശിലാവട്ടെ അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടി പ്ലേറ്റ് നീട്ടിയപ്പോൾ അതിൽ വീണതാണ് ബാക്കി സീറ്റുകൾ. ഇതിനെയാണോ ഈ കോൺഗ്രസ് വളർന്നു എന്ന് പറയുന്നത്? മുന്നണിയിൽ ജനിക്കുന്ന ഒരു ചെറിയ കക്ഷിയുടെ നേതാവ് മന്ത്രിയാകുമ്പോൾ ആ പാർട്ടി ഇന്ത്യ മുഴുവൻ വളർന്നു എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങൾ പോലും പിന്നീട് തോറ്റത് ഈ കൺസിസ്റ്റൻസി ഇല്ലാത്തതുകൊണ്ടാണ്. പുള്ളിക്ക് രാഷ്ട്രീയത്തിൽ ഒരു താല്പര്യവുമില്ല. ബോറടിക്കുമ്പോൾ നേരെ മക്കാവുവിലേക്ക് വിമാനം കയറും. പോകുന്ന സ്ഥലങ്ങളൊക്കെ സഖ്യകക്ഷികളെ മുഷിപ്പിക്കാനും പുള്ളി മിടുക്കനാണ്. DMK വഴി ജയിച്ചിട്ട് ഒടുവിൽ അവരുടെ എതിരാളിയായ നടൻ വിജയിന്റെ പാർട്ടിയിലെ കൂടെ ചേർന്ന് മന്ത്രിയാകാൻ നോക്കുന്ന ഒരു കൺസിസ്റ്റൻസിയും ഇല്ലാത്ത ക്യാപ്റ്റനാണ് നമ്മുടെ രാഹുൽജി. പണ്ട് വാജ്പേയിയും അദ്വാനിയും പ്രതിപക്ഷത്തിരുന്നപ്പോൾ പാർലമെന്റിന് ഒരു ഗാംഭീര്യം ഉണ്ടായിരുന്നു. ഇപ്പുറത്ത് സോഷ്യലിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റുകാരും പക്വതയോടെ സംസാരിക്കുമായിരുന്നു. എന്നാൽ മോഡിജി ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഭാഗ്യമോ ദൗർഭാഗ്യമോ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് ഒരു ഇറസ്പോൺസിബിൾ ഓപ്പോസിഷൻ ആണ് എന്നതാണ്. KC വേണുഗോപാലാണ് പാർട്ടിയുടെ ഏറ്റവും വലിയ പക്വതയുള്ള മനുഷ്യൻ എന്ന് പറയേണ്ടി വരുന്ന കോൺഗ്രസുകാരന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയൊക്കെ ആയിട്ടും കോൺഗ്രസുകാർക്ക് ഇപ്പോഴും ഞങ്ങൾക്ക് രാഹുൽജി മതി എന്നാണ്. കാരണം പുള്ളി പോയാൽ പിന്നെ ഈ ലീഡർ ഓഫ് ഓപ്പോസിഷൻ പദവിയും അതിന്റെ സുഖ സൗകര്യങ്ങളും ആരനുഭവിക്കും? വെറും രാഹുലായി നടന്നാൽ പിന്നെ ആരെങ്കിലും ഈ വില വയ്ക്കുമോ? ഏതായാലും പുള്ളി ഈ രാഷ്ട്രീയം നിർത്തി എങ്ങോട്ടെങ്കിലും ഓടിപ്പോകുമോ അതോ ഇവിടെ തന്നെ ഇരുന്ന് ഉറങ്ങുമോ എന്ന് നമുക്ക് കണ്ടറിയാം. ഏതായാലും ഞങ്ങളുടെ ഈ തിരച്ചിൽ വാർത്ത ഇഷ്ടപ്പെട്ടവർ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒളിച്ചോട്ടവുമായി രാഹുൽജി എത്തുമ്പോൾ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.